മത്സരത്തിനകത്ത് ഞാൻ കാണുന്നൊരു കാര്യമുണ്ട് കണ്ണൻ നായരെ. കഴിഞ്ഞ തവണ പോലെ തന്നെ എനിക്കിനി അറിയാൻ ഒറ്റ മാത്രമേ ഉള്ളൂ. 4 മിനിറ്റ് 14 സെക്കൻഡ് എന്ന ആ ഒരു സമയം മാറ്റിക്കുറിക്കാൻ കരുത്തിന്റെ കായൽ രാജാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഏറ്റവും ആവേശമായ ചിത്രം. ഇതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രം. ഇതാണ് 71ാം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശം. ഇത് തന്നെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്ന നെഹ്റുവിന്റെ കയ്യൊപ്പുള്ള കപ്പിന് വേണ്ടി ഓരോ പരക്കാരും ഓരോ ആവേശത്തോടു കൂടി മത്സരിക്കുന്നെങ്കിൽ ഇത്തവണ വീറോടെ മത്സരിച്ച് മേപ്പാടിനെ അടിക്കുമെന്ന് കരുതി, പള്ളാത്തുരുത്തി പിടിക്കുമെന്ന് കരുതി മേപ്പാടിനെ അട്ടിമറിച്ചോ, വീയപുരം വിറപ്പിച്ചോ എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ കാരിച്ചാലിന് വേണ്ടി പള്ളാത്തുരുത്തി കഴിഞ്ഞപ്പോൾ മൈക്രോ സെക്കൻഡുകൾക്ക് അവർ മുന്നിൽ വന്നുവെങ്കിൽ ഇന്നിതാ മാറിയിരിക്കുന്നു, കാലം മാറിയിരിക്കുന്നു. സമയം എന്ന് പറയാ കണ്ണൻ നായരെ. അത് മാറി, അതായത് സമയം പറയാം. വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി, വില്ലേജ് ബോട്ട് ക്ലബ് വിയ്യപുരം ചുണ്ടൽ തുടങ്ങിയ വില്ലേജ് ബോട്ട് ക്ലബ് 4.21. അതുപോലെ തന്നെ പുന്നമട ബോട്ട് ക്ലബ് 2ാം സ്ഥാനത്തേക്ക് വന്നത് നടുഭാഗമാണ്, പുന്നമടയാണ്. 4.2. സ്വാഭാവികമാണ്. 4.21 വിജയമെത്തുന്നു. നമുക്കറിയാം കഴിഞ്ഞ തവണ 4.4 അതായത് നോക്കിക്കേ, 3 വള്ളങ്ങൾ 4.21 സെക്കൻഡാണ് ഫിനിഷ് ചെയ്തത്. ഒരു വള്ളം മാത്രം, നീളം മാത്രമാണ് 4.22 സെക്കൻഡ് ഫിനിഷ് ചെയ്തത്. വളരെ വാശി, അതിന്റെ വാശി നമുക്ക് പറയാമല്ലോ എത്രത്തോളം വാശിയോടുകൂടിയാണ് ഒരേ വള്ളങ്ങൾ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വീണ്ടും വന്നിരിക്കുന്നു. മൈക്രോ സെക്കൻഡുകളും മില്ലി സെക്കൻഡുകളും വന്നിരിക്കുന്നു എങ്കിൽ തന്നെയും വിറപ്പിച്ചിരിക്കുന്നു വീയപുരം, ചരിത്രം രചിച്ചിരിക്കുന്നു വീയപുരം, കണക്കാതെ നേരത്തെ കൈ കൊടുത്തിരിക്കുന്നു വീയപുരം. വീയപുരത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ, ഞങ്ങൾ കഴിഞ്ഞ തവണ കണ്ടല്ലോ, ഞങ്ങൾ കഴിഞ്ഞ തവണ കരഞ്ഞല്ലോ, എങ്കിൽ ഇന്ന് പിടിച്ചു, ഞങ്ങൾ തരുന്നു ഈ കായൽ കണക്കിനൊരു സ്നേഹം, ഞങ്ങൾ ഈ കായൽ കണക്കിനൊരു മത്സരം. വീയപുരം വിട്ടുകൊടുത്തിട്ടില്ല, വീയപുരം വിറച്ചു നിന്നിട്ടില്ല, വീയപുരം വിറച്ചില്ല, വീയപുരം വിജയം കൊണ്ടു. വീയപുരം വില്ലന്മാരല്ല, വീയപുരം വിജയികളാണ്, വീയപുരം വിന്നേഴ്സ് ആണ് എന്നുള്ളതാണ് ഇനിയുള്ള കാഴ്ച. അത് മാത്രമല്ല, അപ്പർ കുട്ടനാട്ടിൽ നിന്ന് വന്ന് വില്ലേജ് ബോട്ടിൽ കൈനകരി കുട്ടനാട്ടുകാർ തുഴഞ്ഞ് അതാ വന്നു നെഹ്റു ട്രോഫി അവരുടെ നാട്ടിലേക്ക്. കൈനകരി 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 ശരിയാണ് കണ്ണൻ നായർ പറയുന്നത്. വീയപുരത്തിന് അങ്ങനെ ഒരു ആവേശമുണ്ട്, ഞങ്ങൾ അപ്പക്കുട്ടനാർക്ക് അങ്ങനെ ഒരു ആവേശമുണ്ട്, തിരുവല്ല പൊടിയാട് കയ്യപുരം അങ്ങനെ ചാത്തങ്കരി കന്നങ്കരി ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ആവേശമുണ്ട്. അപ്പർ കുട്ടനാടിന്റെ ഒരു ചരിത്രമുണ്ട്. ഞങ്ങൾ ഞങ്ങൾ അപ്പക്കുട്ടനാരാണ്. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ട് ഈ പുന്നകട കായലിലെ രാജാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇങ്ങനെ ഒന്നും തീരെഴുതി കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്കും പറ്റും, ഞങ്ങൾക്കും പറ്റും, ഞങ്ങളും കാണിച്ചു തന്നു. ഇപ്പൊ കണ്ടില്ലേ കഴിഞ്ഞ തവണ, അങ്ങനെയെങ്കിൽ ഇത്തവണ എന്താണെന്ന് കണ്ടില്ലേ കണ്ണൻ നായരെ. തിരിച്ചു പിടിച്ചു കണ്ടോ, പോരാട്ടം മാറുന്നില്ല. ഇത്തവണ അപ്പർ കുട്ടനാട്ടിൽ നിന്ന് വീയപുരം വേണ്ടി വന്നു വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിക്ക് വേണ്ടി. വീയപുരത്തിന്റെ വിജയമുണ്ട്. ആവേശ നിർഭരമായിട്ടുള്ള, വളരെ വാശി നിർഭരമായിട്ടുള്ള, വാശിയോടുകൂടിയുള്ള പുന്നമടക്കാർക്ക് 2ാം സ്ഥാനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പുന്നമട ഗോപിന്റെ നടുഭാഗത്തിന് ആശ്വസിക്കാം. 3ഉം 4ഉം 2 സ്ഥാനങ്ങളിലേക്ക് വരുന്നുണ്ട്. നിരണമോ പള്ളാത്തുരുത്തിയോ അവിടെ എത്തിയില്ല എന്നുള്ളത് കാണേണ്ടതുണ്ട്. എങ്കിൽ തന്നെ എടുത്തു പറയണം, ഒറ്റ കാര്യമുള്ളൂ കണ്ണൻ നായരെ, 4.14 എന്നുള്ള ആ റെക്കോർഡ് നികർത്താൻ പറ്റിയിട്ടില്ല. ആയിക്കോട്ടെ, കാലം എങ്ങനെയാണ്, ചരിത്രം എങ്ങനെയാണ്, വെള്ളം എങ്ങനെയാണ്, മഴ എങ്ങനെയാണ്, മേഘം എങ്ങനെയാണ്, ഇതുകൂടെ നിങ്ങൾ കാണാം. ഇതൊരു പോരാട്ടമായിരുന്നു. ഈ പോരാട്ടത്തിൽ വീയപുരം ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ മർഷേട്ടാ, സച്ചിൻ ചിലപ്പോൾ ഡക്കായി പോകും എന്നും പറഞ്ഞ് സച്ചിൻ നമുക്ക് വെറുതെ കളയാൻ പറ്റുമോ? അങ്ങനെ വെറുതെ വിരാട് കോഹ്ലി ചിലപ്പോൾ ഡക്കായി പോലും കൃത്യമായിട്ട് കൊണ്ടുവന്ന് ഗോളടിക്കുന്ന റൊണാൾഡോ അറിയുമോ നിനക്ക്? ആ റൊണാൾഡോയുടെ തന്ത്രമാണ് വീയപുരം കാണിച്ചത്. ഏറ്റവും അവസാനത്തെ ചെറിയ ഷോട്ടുകളുടെ ഗോളടിക്കുന്ന മെസ്സി അറിയാമോ? ആ മെസ്സിയുടെ തന്ത്രമാണ് ഇപ്പോൾ വീയപുരം കാണിച്ചത്.